നമുക്ക് ഈ ഒരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അതായത് C2 എന്നുള്ള കണക്ഷനും A1 എന്നുള്ള കണക്ഷനും. C2 പോസിറ്റീവാണ്, A1 നെഗറ്റീവാണ്. ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് റിങ്ങറിലേക്കാണ്, അതായത് ലൗഡ് സ്പീക്കറിലേക്കാണ് ഡയറക്റ്റ് കണക്ഷൻ. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിവൈസിൽ ഈ ഒരു 2 കോയിലുകളിൽ വരുന്ന സിഗ്നൽ എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. സ്പീക്കർ പോസിറ്റീവിലും സ്പീക്കർ നെഗറ്റീവിലും വരുന്ന സിഗ്നൽസിൻ്റെ ആ ഒരു, ഇവിടെ നമ്മൾ ഒരു ഓഡിയോ ആംപ്ലിഫയറാണ്. അപ്പോൾ ഓഡിയോ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മളൊരു ജമ്പർ ഈ ഒരു കോയിൽ നിന്നും, അതേപോലെ മറ്റൊരു ജമ്പർ, അതായത് ചാനൽ നമ്പർ 1 ഇതിൽ നിന്നും ചാനൽ നമ്പർ 2 ഇതിനകത്തു നിന്നാണ് ജമ്പർ എടുത്തിട്ടുള്ളത്. പിന്നെ കോമൺ ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആ കണക്ഷൻസ് വരുന്നത് ഇവിടെയാണ്. ഈ കോയിലും നിന്നാണ് നമ്മൾ ജമ്പർ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കോയിലും ഈ ഒരു കോയിലും. അപ്പോൾ നമുക്ക് DSOക്കകത്തേക്ക് ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ജമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ഞാൻ ഒരു റിംഗ് ടോൺ ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. റിംഗ് ടോൺ ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ റിംഗ് ടോണിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാനിപ്പോൾ റിംഗ് ടോണിൻ്റെ ഏരിയ തുറക്കാൻ പോകണം കേട്ടോ. കാണുന്നുണ്ടോ എന്നറിയില്ല, അതിൻ്റെ ഇപ്പോൾ നോക്കാം. റിംഗ് ടോൺ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. റിംഗ് ടോൺ ഓപ്പൺ ആക്കി. ഇനി നമ്മൾ ഇപ്പോൾ റിംഗ് ടോൺ ഓപ്പൺ ആക്കിയ സമയത്ത് സിഗ്നൽസ് അവിടെ ഒന്നും വോൾട്ടേജസ് ഒന്നുമില്ല. ഇനി ജസ്റ്റ് ഒരു റിംഗ് ടോൺ ഇടാൻ പോകണം കേട്ടോ. ഇൻ്റർസ്റ്റെല്ലാർ എന്നുള്ള ഇത് സെൻസർ ചെയ്തപ്പോൾ ഈ സൗണ്ട് സെൻസ് ചെയ്യുന്നുണ്ടോ? നമ്പർ ഉണ്ട് അവിടുന്ന്, കപ്പാസിറ്റർ നമ്പർ ഔട്ടുന്ന്, ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ടുന്ന്.